ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു ദ വിസ്ഡം ലൂപ്പ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2018 ജൂണിൽ നടന്ന KTET കാറ്റഗറി 3യുടെ ഫിസിക്കൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ. സോ ഇതിൽ സബ്ജക്റ്റിൻ്റെ പേരുണ്ടാവും, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് ഉണ്ടാവും, സബ്ജക്റ്റിൻ്റെ 80 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ സീരിയൽ നമ്പറും കാര്യങ്ങളൊക്കെ പിന്നെ തന്നിട്ടുണ്ടാവും. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫിസിക്കൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിന് മുന്നേ കുറച്ച് സൈക്കോളജിയുടെ സോൾവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്കുകൾ ഈ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് കൊടുത്തേക്കാം. ആവശ്യമുള്ളവർക്ക് അതൊക്കെ ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആവശ്യമുള്ള ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സും സൈക്കോളജിയുടെ ക്ലാസ്സും KTETൻ്റെ കെമിസ്ട്രിയുടെയും +1 +2ൻ്റെ കെമിസ്ട്രി ക്ലാസ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് പോവാം. കാറ്റഗറി 3യുടെ ഫിസിക്കൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഇതിലിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻ ഓരോന്നായിട്ട് എടുത്ത് അനലൈസ് ചെയ്യുന്നൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ക്വസ്റ്റ്യനും ആൻസർ മാത്രം പറഞ്ഞു പോവാണ്. ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാലും മതി കമൻറ്റ് ബോക്സിൽ. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ മോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡ് ഫോർ ദ സെപ്പറേഷൻ ഓഫ് ഗ്ലിസറോൾ ഫ്രം സ്പെൻഡ് ലൈ ഇൻ സോപ്പ് ഇൻഡസ്ട്രി? ഓപ്ഷൻസ്: സിമ്പിൾ ഡിസ്റ്റിലേഷൻ, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ, സ്റ്റീം ഡിസ്റ്റിലേഷൻ ആൻഡ് ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ. ഓക്കെ, അല്ലാതുള്ള മെത്തേഡ്സിൽ ഹൈ ടെമ്പറേച്ചറൊക്കെ യൂസ് ചെയ്യുന്ന ഡിസ്റ്റിലേഷൻ മെത്തേഡ്സ് ആണെങ്കിൽ ഈ കോമ്പൗണ്ട് സ്പ്ലിറ്റ് ആയി പോകും. അതുകൊണ്ടാണ് ആ ഒരു മെത്തേഡ് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ മാത്രം നോക്കുക, ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ. ഓക്കെ, ഇനി ടെമ്പറേച്ചർ കറസ്പോണ്ടിങ് ടു 104 ഡിഗ്രി ഫാരൻഹീറ്റ് ഇൻ സെൽഷ്യസ് സ്കെയിൽസ്. ഓക്കെ, 104 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറയുന്ന ടെമ്പറേച്ചർ സെൽഷ്യസിലോട്ട് എടുക്കുമ്പോൾ എത്രയാവും? ഓപ്ഷൻസ്: 38 ഡിഗ്രി സെൽഷ്യസ്, 40 ഡിഗ്രി സെൽഷ്യസ്, 41 ഡിഗ്രി സെൽഷ്യസ്, 44 ഡിഗ്രി സെൽഷ്യസ്. ആൻസർ 40 ഡിഗ്രി സെൽഷ്യസ് ആണ്. തേർഡ് ക്വസ്റ്റ്യൻ: പൊസിഷൻ ഓഫ് ഇമേജ് formed by a concave lens when an object is placed at a finite distance from the lens is. Options: at F, beyond F, between F and 2F, between P and F, അതായത് പോൾ ആൻഡ് ഫോക്കസ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ബിറ്റ്വീൻ പോൾ ആൻഡ് ഫോക്കസ്, P and F. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ നോൺ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി? തന്നിരിക്കുന്നതിൽ ഏതാണ് നോൺ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി? ഏതാണ്? ഓപ്ഷൻസ്: സൺലൈറ്റ്, റെയിൻ, വിൻഡ്, നാച്ചുറൽ ഗ്യാസ്. ആൻസർ നാച്ചുറൽ ഗ്യാസ് ആണ്. നാച്ചുറൽ ഗ്യാസ് നമുക്ക് റിന്യൂ ചെയ്തെടുക്കാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് എനർജി സോഴ്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് ഓൺ thermal decomposition will give nitrogen gas? Okay, which of the following compound അല്ലെങ്കിൽ compounds on thermal decomposition will give nitrogen gas? ഓപ്ഷൻസ് തന്നിരിക്കുന്നത് NH4NO3, NaN3, CO NH2 twice, NH4 twice, Cr2O7. ഈ 4 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അതിൽ വീണ്ടും നമുക്ക് അതിലേതൊക്കെയാണ് ഒരാളാണോ രണ്ടാളാണോ എന്നൊക്കെ ഉള്ള രീതിക്ക് വീണ്ടും ഓരോന്ന് ആൻസറിനുള്ള ടിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് അല്ലെങ്കിൽ സെലക്ട് ചെയ്യാനുള്ള തന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഓൺലി, ഫോർത്ത് വൺ ഓൺലി, ഫസ്റ്റ് ആൻഡ് തേർഡ്, സെക്കൻഡ് ആൻഡ് ഫോർത്ത്, ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഡി ആണ്, ഓപ്ഷൻ ഡി ആണ് ആൻസർ, സെക്കൻഡ് ആൻഡ് ഫോർത്ത്. അതായത് Na3 ആൻഡ് NH4 twice, Cr2O7 ആണ് ആൻസർ. അവർ രണ്ടുപേരെയാണ് നമ്മൾ തെർമലി ഡീകമ്പോസ് ചെയ്യുമ്പോൾ നൈട്രജൻ ഗ്യാസ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: 10 liter CO2 gas is kept in a vessel at 27 degrees Celsius and 1 bar pressure. The vessel containing the gas is cooled to a temperature of -123 degrees Celsius at the same pressure. What will be the final volume of CO2 gas? CO2 ഗ്യാസിൻ്റെ ഫൈനൽ വോളിയം ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഏത് ലോയാന്നൊക്കെ മനസ്സിലായി കാണും. ഓപ്ഷൻ ബി 5 ലിറ്റർ ആണ് ആൻസർ. ഇതിന് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ടോപ്പിക് എന്ന് പറയുന്നത് തന്നെ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ആയിരുന്നു. അതിനകത്ത് ഗേഷ്യസ് ലോസ് പറഞ്ഞിട്ടുണ്ട്. 3 ഗേഷ്യസ് ലോസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പ്രോബ്ലംസ് വരുമ്പോൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് നോക്കി ആ വീഡിയോ കാണാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും കൂടെ കൊടുത്തേക്കാം. അപ്പോൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഏത് ഇക്വേഷനാണ് അപ്ലൈ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏതൊക്കെ ഇക്വേഷൻ ഉള്ളതെന്ന്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് കുറച്ച് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. ബോയിൽസ് ലോ, ചാൾസ് ലോ ഒക്കെ വെച്ചിട്ട്, ഗാഡ്രോസ് ലോ ഒക്കെ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് വേണമെങ്കിൽ സോൾവ് ചെയ്യാം ഒരു വീഡിയോ ആയിട്ട്. ഓക്കെ, അടുത്തത്: in the hydrogen spectrum, which of the following transition has the minimum energy? ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ കുറേ സീരീസ് ഓഫ് ലൈൻസ് ഒക്കെ ഉണ്ടെന്നറിയാം. അതിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏത് ട്രാൻസിഷൻ ആണ് മാക്സിമം എനർജി ഉള്ളത്? ഇൻ ദ ഹൈഡ്രജൻ സ്പെക്ട്രം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ട്രാൻസിഷൻ ഹാസ് ദ മാക്സിമം എനർജി? ഓപ്ഷൻസ്: 5 to 2, 3 to 1, 5 to 4, 6 to 3. ആൻസർ 3 to 1 ആണ്. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യേണ്ടതുകൊണ്ട് കുറച്ച് സ്പീഡിൽ പോകണം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ: റെയിൻബോ ഫോർമേഷൻ ഇസ് ഡ്യൂ ടു. ഓപ്ഷൻസ്: അബ്സോർപ്ഷൻ ഓഫ് സൺലൈറ്റ് ബൈ വാട്ടർ ഡ്രോപ്ലെറ്റ്സ്, diffusion of sunlight through water droplets, ionization of water droplets, refraction and reflection of sunlight by water droplets. Answer D ആണ്, refraction and reflection of sunlight by water droplets. Okay,
അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെൻറ്റ്സ് ദ റിയാക്ഷൻ ഒക്കറിംഗ് അറ്റ് ദി ആനോഡ് ഇൻ hydrogen oxygen fuel cell? Which of the following represents the reaction occurring at the anode in hydrogen oxygen fuel cell? Hydrogen oxygen fuel cell പഠിക്കണം, അതിൽ ആനോഡിലെയും കാഥോഡിലെയും റിയാക്ഷൻസ് പഠിക്കണം. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, അതിൽ കറക്റ്റ് ആൻസർ മാത്രം ഞാൻ പറയുകയാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 2H2 ഗ്യാസ് പ്ലസ് 4OH മൈനസ് അക്വസ് ഗിവ്സ് 4H2O ലിക്വിഡ് പ്ലസ് 4 ഇലക്ട്രോൺസ്. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോക്കൽ ലെങ്ത് ഓഫ് എ ലെൻസ് ഓഫ് പവർ +2D, അതായത് ഡയോപ്റ്റർ ഇസ് എത്രയാണ്? അതായത് +2 ഡയോപ്റ്റർ ഉള്ള ഒരു അത്രയും പവറുള്ള ഒരു ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 0.5 മീറ്റർ. ഓക്കെ, അതെങ്ങനെ കണ്ടുപിടിക്കുന്നത് നമുക്കറിയാം, സൈഡിൽ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫോക്കൽ ലെങ്ത് ഇസ് ഈക്വൽ ടു 1/P ആണ്. 1/P പവറാണ്, ഇൻവേഴ്സ് പവറിൻ്റെ ഇൻവേഴ്സ് ആണ് ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. സോ അതിട്ട് കൊടുക്കുമ്പോൾ ഡയറക്റ്റ് പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റൻ മിക്കവാറും ക്വസ്റ്റൻ പേപ്പേഴ്സ് ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മാർക്കിൻ്റെ ക്വസ്റ്റൻ പ്രതീക്ഷിക്കാം, എളുപ്പത്തിൽ ചെയ്യാനും പറ്റും. എല്ലാവർക്കും എഴുതാൻ പറ്റണം എന്നുള്ള എയിമോട് കൂടി ഇരുന്ന ക്വസ്റ്റനും ആകാം. അതുകൊണ്ട് അതൊന്ന് നോക്കി വെച്ചേക്കാം, വളരെ ഈസിയാണ്, പെട്ടെന്ന് ചെയ്ത് നമുക്ക് മാർക്ക് ഉറപ്പിക്കാം കിട്ടുമെന്ന്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത്, ദ IUPAC നെയിം ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് ഇസ്. ഒരു കോമ്പൗണ്ട് തന്നിട്ടുണ്ട്, അതിൻ്റെ IUPAC നെയിം നമ്മൾ എഴുതണം. ഇതെന്ന് പറയുന്നത് നമുക്കറിയാം ബോണ്ട് ലൈൻ സ്ട്രക്ചറൽ ഫോമുല വെച്ചിട്ടാണ് ഈ കോമ്പൗണ്ട് തന്നേക്കുന്നത്. നേരെ എത്ര കാർബൺ ഉണ്ട്, എത്ര ഹൈഡ്രജൻ ഉണ്ട്, CH3 CH2 എന്ന് പറയുന്ന ചെയിൻ ഒന്നും തന്നിട്ടില്ല, പകരം കുറച്ച് വരകളാണ്. ഇത് നമ്മൾ ബോണ്ട് ലൈൻ സ്ട്രക്ചറൽ ഫോമുല എന്നാണ് പറയുന്നത്. ബോണ്ട് ലൈൻ സ്ട്രക്ചർ എന്നാണ് പറയുന്നത്, ഓർഗാനിക് കെമിസ്ട്രിയിൽ വരുന്നതാണ്. അപ്പോൾ അതിലൊരു അതിന് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, അതിൻ്റെ പേരുകളുടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നമ്മൾ കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കണം. ഇതിൻ്റെയൊക്കെ ക്ലാസ്സസ് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഏതൊക്കെ ടൈപ്പ് രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും സ്ട്രക്ചർ എന്നൊക്കെയുള്ള രീതി, ഓർഗാനിക് കോമ്പൗണ്ട്സ് എങ്ങനെയൊക്കെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളത് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. KTET കെമിസ്ട്രി ക്ലാസ്സസ് ആണ് ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ ആ കൂട്ടത്തിൽ ടോപ്പിക്ക് കവർ ചെയ്ത് പോവാം. അപ്പോൾ തന്നിരിക്കുന്നതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, 4-ഹൈഡ്രോക്സി പെൻറ്റാൻ 2 ആണ് ആൻസർ. ആൽക്കഹോൾ ഗ്രൂപ്പും ഉണ്ട്, കീറ്റോൺ ഗ്രൂപ്പും ഉണ്ട്, അതിൽ പ്രയോറിറ്റി നമ്മൾ ഇട്ട് കൊടുക്കും നോക്കിയിട്ട്. ഓക്കെ, അപ്പോൾ 4-ഹൈഡ്രോക്സി പെൻറ്റാൻ 2 ആണ് ആൻസർ, ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ഹൈഡ്രജൻ ന്യൂക്ലിയൈ ആൻഡ് ഹീലിയം ഫ്രം ദ സർഫസ് ഓഫ് ദ സൺ ഇസ് നോൺ ആസ്. എ കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ഹൈഡ്രജൻ ന്യൂക്ലിയൈ ആൻഡ് ഹീലിയം ഫ്രം ദ സർഫസ് ഓഫ് ദ സൺ ഇസ് നോൺ ആസ് എന്തെന്നാണ് വിളിക്കുന്നത്? ഓപ്ഷൻസ് സൺസ്പോട്ട്, സോളാർ പ്രോമിനൻസ്, സോളാർ വിൻഡ്, സൺറൈസ്. സോളാർ വിൻഡാണ് ആൻസർ. 9th-ൻ്റെയോ 10th-ൻ്റെയോ ഒക്കെ ഒരു പോർഷനായിട്ട് വരുന്നതാണ്. ഓക്കെ, അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസ്റ്റ്? തന്നിരിക്കുന്നതിൽ ഏതാണ് ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്? ഓപ്ഷൻസ് സിയോലൈറ്റ് ഉണ്ട്, വിൽക്കിൻസൺസ് കാറ്റലിസ്റ്റ് ഉണ്ട്, സീഗ്ലർനട്ട കാറ്റലിസ്റ്റ് ഉണ്ട്, റാനി നിക്കൽ ഉണ്ട്. സോ നമുക്കതിൽ സിയോലൈറ്റ് ആണ് ആൻസർ, ഓപ്ഷൻ ഇ ആണ് ആൻസർ. ഇതൊക്കെ ഒരു നമ്മളിപ്പോൾ ഹൈസ്കൂളിൻ്റെ പോർഷനാണ് സിലബസ് എന്നൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. 8, 9, 10ലേക്കാളും +1 +2 ലെവലിൽ നിന്നാണ് ശരിക്കും ഉള്ളത് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ബാക്കി ഹൈസ്കൂൾ സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട്, പക്ഷേ കൂടുതലും ഇങ്ങനെയുള്ള ഇതൊക്കെ ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസ്റ്റ് ആയാലും കുറച്ചുകൂടി ഇത്രയും വലിയ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആയാലും അതൊക്കെ നമുക്ക് +1 +2 ഇതിലുള്ളതാണ്, സിലബസാണ്. ശരിക്കും നിങ്ങളിപ്പോൾ പഠിക്കുമ്പോൾ +1 +2 ടെക്സ്റ്റ് നോട്ടൊക്കെ വെച്ച് പഠിച്ചാൽ കറക്റ്റ് ആയിരിക്കും, എന്നാലേ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓർബിറ്റൽസ് the electron has the least energy in an atom? In which of the following orbitals the electron has the least energy in an atom? ഓപ്ഷൻസ് 3D ഓർബിറ്റൽ ഉണ്ട്, 2p ഓർബിറ്റൽ, 1s ഓർബിറ്റൽ, 4f ഓർബിറ്റൽ. അതിൽ ലീസ്റ്റ് എനർജി ഉള്ളത് ആർക്കാണ്? 1s ഓർബിറ്റലാണ് ആൻസർ, ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മൊളാരിറ്റി ഓഫ് എ സൊല്യൂഷൻ ഒബ്റ്റെയിൻഡ് ബൈ മിക്സിംഗ് 450 ml ഓഫ് 0.25 മോളാർ HCl ആൻഡ് 550 ml ഓഫ് 0.75 മോളാർ HCl വിൽ ബി. എത്രയായിരിക്കും ആൻസർ? ഓപ്ഷൻ ഡി, 0.525 മോളാർ. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഇതൊക്കെയായിരുന്നു: 1 മോളാർ, 0.75 മോളാർ, 0.25 മോളാർ ആൻഡ് 0.525 മോളാർ. അതിൽ ലാസ്റ്റ് 0.525 മോളാർ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കമ്പയർഡ് വിത്ത് ദ സൈറൻ ഓഫ് എ സ്റ്റേഷനറി ഫയർ എഞ്ചിൻ, the sound you hear when it approaches you has an increased dash. അങ്ങനത്തെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. Compared with the siren of a stationary fire engine, the sound you hear when it approaches you has an increased dash. എന്താണ് ഉള്ളത്? Wavelength, frequency, speed and phase. Answer frequency. Okay, next, which of the following statement അല്ലെങ്കിൽ statements റോങ് ഏതാണ്? തന്നിരിക്കുന്നതിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഒന്നിലധികം സ്റ്റേറ്റ്മെൻറ്റ്സ് റോങ് ആണോ എന്ന് പറയാം. ഏതൊക്കെയാണെന്ന് പറയാം. അതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, വേപ്പർ പ്രഷർ ഓഫ് എ ലിക്വിഡ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ടെമ്പറേച്ചർ കൂടുമ്പോൾ ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷർ കൂടും. രണ്ടാമത്തത്, ദ SI യൂണിറ്റ് ഓഫ് സർഫസ് ടെൻഷൻ ഇസ് ജൂൾ മീറ്റർ റേസ് ടു -2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്, വിസ്കോസിറ്റി ഓഫ് എ ലിക്വിഡ് ഡിക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കുറയുമ്പോൾ വിസ്കോസിറ്റി കുറയും എന്ന് പറഞ്ഞിട്ടുണ്ട്. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ബോയിലിംഗ് ഡസ് നോട്ട് ഒക്കർ when a liquid is heated in a closed vessel. അടച്ചു വെച്ചിരിക്കുന്ന വെസലിൽ ബോയിലിംഗ് നടക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ലിക്വിഡ് എടുത്തിട്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നടക്കില്ല. ആൻസർ എന്ന് പറയുന്നത് 2 and 3 ആണ്.
സെക്കൻഡും തേർഡും. SI യൂണിറ്റ് ഓഫ് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് ജൂൾ മീറ്റർ റേസ്ഡ് -2 അല്ല. വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ് ഡിക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ളതാണ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് അടുത്ത ക്വസ്റ്റൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് അല്ലെങ്കിൽ ആർ നോട്ട് കറക്റ്റ് അബൌട്ട് എ ക്ലോസ്ഡ് സിസ്റ്റം. ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം, അതായത് തെർമോഡൈനാമിക്സിൽ വരുന്നതാണ്. ഓക്കെ, അതിൽ ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ ഈ തന്നിരിക്കുന്നതിൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ആക്യുറസി നോക്കുക, ഏതൊക്കെയാണ് കറക്റ്റ് അല്ലാത്തത്. ഓക്കെ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാറ്റർ കനോട്ട് ബി എക്സ്ചേഞ്ച്ഡ് വിത്ത് ദ സറൗണ്ടിങ്സ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ബോത്ത് മാറ്റർ ആൻഡ് എനർജി ക്യാൻ ബി എക്സ്ചേഞ്ച്ഡ് വിത്ത് ദ സറൗണ്ടിങ്സ്. മൂന്നാമത്തേത് എനർജി ക്യാൻ ബി എക്സ്ചേഞ്ച്ഡ് വിത്ത് ദ സറൗണ്ടിങ്സ്. നാലാമത്തേത് എയ്തർ എനർജി ഓർ മാറ്റർ ക്യാൻ ബി എക്സ്ചേഞ്ച്ഡ് വിത്ത് ദ സറൗണ്ടിങ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി നേച്ചർ ഓഫ് ദി ബൗണ്ടറി. ഈ 4 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഉള്ളത്. ഓക്കെ, അതിൽ ആൻസർ എന്ന് പറയുന്നത് സെക്കൻഡ് ആൻഡ് ഫോർത്ത് ആണ്. രണ്ടാമത്തതും നാലാമത്തെ കാര്യവും എന്ന് പറയുന്നത് കറക്റ്റ് അല്ല. ക്ലോസ്ഡ് സിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം കറക്റ്റ് അല്ലാത്തത് ആ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ടും കൂടെ കേൾക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഇത്ര സ്പീഡിൽ പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് നിങ്ങൾക്ക് കാണുകയും കൂടെ ചെയ്യാമല്ലോ. പിന്നെ വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ടും നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, കേട്ട് മാത്രം പഠിക്കുന്നവർക്ക് സ്പീഡ് ബുദ്ധിമുട്ടാണെങ്കിൽ ക്ഷമിക്കുക. കാരണം കുറേ ക്വസ്റ്റ്യൻസ് അല്ലേ, 80 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്ര സ്പീഡിൽ പോകുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ പ്ലേ ബാക്ക് സ്പീഡ് കുറച്ചിട്ടും കേട്ട് നോക്കുക. ഓക്കെ, അബ്സോർപ്ഷൻ ഓഫ് ഇങ്ക് ബൈ ബ്ലോട്ടിംഗ് പേപ്പർ ഇൻവോൾവ്സ്. ബ്ലോട്ടിംഗ് പേപ്പറിൽ ഇങ്കിൻ്റെ അബ്സോർപ്ഷൻ എന്ത് പ്രോസസ്സാണ്? ഓപ്ഷൻസ് വിസ്കോസിറ്റി, കാപ്പിലറി ആക്ഷൻ, ഡിഫ്യൂഷൻ, ഓസ്മോസിസ്. ആൻസർ എന്ന് പറയുന്നത് കാപ്പിലറി ആക്ഷൻ. നെക്സ്റ്റ് ഇസ് ഹീറ്റിംഗ് കോയിൽ ഓഫ് ആൻ ഇലക്ട്രിക് അയൺ ഇസ് മെയ്ഡ് ഓഫ്. ഇലക്ട്രിക് അയണിൻ്റെ ഹീറ്റിംഗ് കോയിൽ എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? നിക്രോം, നിക്കൽ, കോപ്പർ, അയൺ. അല്ല, അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നിക്രോമാണ്. അതൊക്കെ ചെറിയ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇത് ഈ ഒരു ക്വസ്റ്റ്യനും പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ നിക്രോമിൻ്റെ ഹീറ്റിംഗ് കോയിലിൻ്റെ ഈ ക്വസ്റ്റ്യനും കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതും റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇത്. പിന്നെ നമ്മൾ ഈ രണ്ടാമത് പറഞ്ഞ ഫാരൻഹീറ്റ് ഡിഗ്രി സെൽഷ്യസ് കൺവേർഷൻ ഇല്ലേ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി ചോദിക്കാറുണ്ട്. പിന്നെ ഈ ക്വസ്റ്റ്യൻ ഫോക്കൽ ലെങ്ത്തും പവറും തമ്മിലുള്ള റിലേഷൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എപ്പോഴും അതങ്ങനെ ഫിക്സഡ് ആയിട്ട് ഈ 3 ടോപ്പിക്ക് കണ്ടിട്ടുള്ളതാണ്. ഓക്കെ, പിന്നെ ഈ സോളാർ വിൻഡിൻ്റെ ഒരു കാര്യം കൂടെ പറഞ്ഞില്ലായിരുന്നോ? സോളാർ വിൻഡ് ഈ 4 ഓപ്ഷൻസിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ വരാറുണ്ട്. ഈ സോളാർ വിൻഡും സൺസ്പോട്ടും സോളാർ പെർമനൻസും ഒക്കെ ഇങ്ങനെ മാറി ചോദിക്കാറുണ്ട് കേട്ടോ. അതൊക്കെയൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് വയ്ക്കുക. കാരണം അത് നോക്കി വയ്ക്കുകയാണെങ്കിൽ മിക്കവാറും ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അപ്പോൾ അത് നമുക്ക് മിസ്സാക്കണ്ടല്ലോ ആ മാർക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പീരീഡ് ഓഫ് റെവല്യൂഷൻ ഓഫ് എ ജിയോ സിങ്ക്രണസ് സാറ്റലൈറ്റ് ഇസ്. ഒരു ജിയോ സിങ്ക്രണസ് സാറ്റലൈറ്റിൻ്റെ പീരീഡ് ഓഫ് റെവല്യൂഷൻ എത്രയാണ്? ഓപ്ഷൻസ് 1 year, 24 hours, 24 days, 1 hour. ആൻസർ 24 hours. ഓപ്ഷൻ ബി. പീരീഡ് ഓഫ് റെവല്യൂഷൻ ഓഫ് എ ജിയോ സിങ്ക്രണസ് സാറ്റലൈറ്റ് ഇസ് 24 hours. ഓക്കെ, ഇനി അടുത്തത് പാസ്കൽ ഇസ് ദ യൂണിറ്റ് ഓഫ്. നമുക്ക് എല്ലാവർക്കും അറിയാം പാസ്കൽ എന്ന് പറയുന്നത് പ്രഷറിൻ്റെ യൂണിറ്റ് ആണ്. ഓക്കെ, പാസ്കൽ ഇസ് ദ യൂണിറ്റ് ഓഫ് പ്രഷർ. ഓപ്ഷൻസ് തന്നിരുന്നത് ഇതൊക്കെയായിരുന്നു: പ്രഷർ, ത്രസ്റ്റ്, ഫ്രീക്വൻസി, എനർജി. അതിന് ആൻസർ എന്ന് പറയുന്നത് പ്രഷറിൻ്റെ യൂണിറ്റ് ആണ് പാസ്കൽ. PP അങ്ങനെ ഓർത്താൽ മതി. പ്രഷറിൻ്റെ യൂണിറ്റ് ആണ് പാസ്കൽ. പ്രഷറിൻ്റെ പിന്നെയുള്ള യൂണിറ്റ്സ് ഏതൊക്കെയാണ്? ബാർ എന്ന് പറയുന്നത് പ്രഷറിൻ്റെ യൂണിറ്റ് ആണ്. ATM അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നതും ഒക്കെ പ്രഷറിൻ്റെ യൂണിറ്റ് ആണ് കേട്ടോ. ബാർ, ATM, പാസ്കലൊക്കെ പ്രഷറിൻ്റെ യൂണിറ്റ്. ഓക്കെ, നെക്സ്റ്റ് 2 bodies. അടുത്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 2 bodies of different masses initially at rest are acted upon by the same force for the same time. Then both the bodies acquire the same dash. ഓക്കെ, ആ 2 ബോഡീസിനും സെയിം ആയിട്ടുള്ളത് എന്താണ്? ഓപ്ഷൻസ് മൊമെൻറ്റം, ആക്സലറേഷൻ, വെലോസിറ്റി, പിന്നെ 50 Newton എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് മൊമെൻറ്റം. ക്വസ്റ്റ്യൻ ആൻസർ ഒന്നുകൂടെ വായിക്കാം. 2 bodies of different masses initially at rest are acted upon by the same force for the same time. ഫോഴ്സും ടൈമും ഒക്കെ സെയിം ആണ്. ദെൻ ആ ബോഡീസിന് 2 പേർക്കും ഒരേപോലെയുള്ള വേറൊരു കാര്യം എന്താണ്? ദെൻ ബോത്ത് ദ ബോഡീസ് അക്വയർ ദ സെയിം. അവർ 2 പേരും ഒരേപോലെ അക്വയർ ചെയ്യുന്നത് എന്തായിരിക്കും? മൊമെൻറ്റം ആണ് ആൻസർ. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് ഇസ് ആസ്പിരിൻ. ആസ്പിരിൻ എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, ആസ്പിരിൻ എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന കോമ്പൗണ്ടിൽ ഏത് കോമ്പൗണ്ടാണ് ആസ്പിരിൻ എന്ന് പറയുന്നത്? ഓക്കെ, നിങ്ങൾക്ക് കാണാമല്ലോ. നമ്മൾ 4 കോമ്പൗണ്ട്സ് തന്നിട്ടുണ്ട്. അതിൽ ഓപ്ഷൻ എ ആണ് ആസ്പിരിൻ. അതായത് ഈ COH ആസ്പിരിൻ COHും മൈൻഡിലുള്ളവർക്ക് പെട്ടെന്ന് ഇത് കണ്ടുപിടിക്കാം, പെട്ടെന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ബെൻസീൻ റിംഗിൽ COHും OCOCH3 കണക്റ്റഡ് ആണെങ്കിൽ അതിനാണ് നമ്മൾ ആ കോമ്പൗണ്ടിനെ കെമിക്കലി വിളിക്കുന്ന പേരാണ്, കൊമേഴ്ഷ്യലി വിളിക്കുന്ന പേരാണ് ആസ്പിരിൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ഗിവ് അയോഡോഫോം റിയാക്ഷൻ. തന്നിരിക്കുന്നതിൽ ഏതാണ് അയോഡോഫോം റിയാക്ഷൻ അല്ലെങ്കിൽ അയോഡോഫോം ടെസ്റ്റ് ആൻസർ ചെയ്യുന്നത്? ഓപ്ഷൻസ് അസറ്റൈൽ ക്ലോറൈഡ്, അസറ്റമൈഡ്, 2-methyl butane 2-ol ആൻഡ് അസറ്റാൽഡിഹൈഡ്. ആൻസർ എന്ന് പറയുന്നത് അസറ്റാൽഡിഹൈഡ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ഗിവ് അയോഡോഫോം റിയാക്ഷൻ? ആൻസർ അസറ്റാൽഡിഹൈഡ്. അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ദ ഹയസ്റ്റ് pH. ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ ഏതിനാണ് കൂടുതൽ ഹയസ്റ്റ് pH, ഏറ്റവും കൂടുതൽ pH തന്നിരിക്കുന്നതിൽ ഏതിനാണുള്ളത്? ഓപ്ഷൻസ് 0.1 molar HCl, 0.01 molar CH3COH, അസറ്റിക് ആസിഡ്, 0.01 molar NaOH, 0.1 molar KOH. ഓക്കെ, അത് 2 ആസിഡ്സും 2 ആൽക്കലീസും വ്യത്യസ്ത മൊളാരിറ്റിയിൽ തന്നിരിക്കുകയാണ്. ആൻസർ എന്ന് പറയുന്നത് 0.1 molar KOH ആണ്. 4 തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ 4 0.1 molar KOH ആണ് ഏറ്റവും കൂടുതൽ pH ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ
വേവ് വിച്ച് റിക്വയേഴ്സ് എ മീഡിയം ഫോർ പ്രൊപ്പഗേഷൻ ഇസ്. ഒരു ട്രാവൽ ചെയ്യണമെങ്കിൽ അവർക്കൊരു മീഡിയം വേണം എന്ന തരത്തിലുള്ള വേവ് ഏതാണ്? ഓപ്ഷൻസ് സൗണ്ട്, ലൈറ്റ്, എക്സ്റേ, മൈക്രോവേവ്. ആൻസർ എന്ന് പറയുന്നത് സൗണ്ടാണ്. ഓക്കെ, വേവ് വിച്ച് റിക്വയേഴ്സ് എ മീഡിയം ഫോർ പ്രൊപ്പഗേഷൻ ഇസ് സൗണ്ട്. ഓക്കെ, കാരണം ബാക്കി മൂന്നെണ്ണം എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ആണ്. അവർക്ക് എന്ത് വേണ്ട? ട്രാവൽ ചെയ്യാനായിട്ട് ഒരു മീഡിയത്തിൻ്റെ ആവശ്യം ഇല്ല. പ്രൊപ്പഗേറ്റ് ചെയ്യാൻ മീൻസ് എന്താ? ട്രാവൽ ചെയ്ത് പോവുക, മുന്നോട്ട് പോവുക. അതിന് മീഡിയത്തിൻ്റെ ആവശ്യമില്ല. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ കറക്റ്റ് വേരിയേഷൻസ് ഇൻ ദ പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിളിലെ കുറച്ച് വേരിയേഷൻസ് തന്നിരിക്കുകയാണ്. അതായത് പീരിയോഡിക് പ്രോപ്പർട്ടീസ് ഉണ്ടല്ലോ, അതിൻ്റെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിരിക്കുകയാണ്. അതിലെന്തൊക്കെയാണ് കറക്റ്റ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, റെഡ്യൂസിങ് ക്യാരക്ടർ ഓഫ് ആൽക്കലി മെറ്റൽസ് ഡിക്രീസസ് റെഗുലർലി ഫ്രം ദ ടോപ്പ് ടു ബോട്ടം. റെഡ്യൂസിങ് ക്യാരക്ടർ ഓഫ് ആൽക്കലി മെറ്റൽസ് ഡിക്രീസസ് റെഗുലർലി ഫ്രം ടോപ്പ് ടു ബോട്ടം. ഓക്കെ, അപ്പോൾ ആൽക്കലി മെറ്റൽസ് ആരാണെന്നൊക്കെ അറിഞ്ഞിരിക്കണം നമ്മൾ. ഇനി അടുത്തത്, അതായത് എവിടെ കിടക്കുന്ന പീരിയോഡിക് ടേബിളിൽ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നവരെല്ലാവരും മെറ്റൽസ് ആണ്. അത് രണ്ട് ആൾക്കാർ, ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും. ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ പേരാണ് ഈ ആൽക്കലി മെറ്റൽസ്, സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻസിൻ്റെ പേരാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. അതിൽ ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. അവരുടെ റെഡ്യൂസിങ് ക്യാരക്ടർ മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതോറും റെഗുലറായിട്ട് ഡിക്രീസ് ചെയ്യുന്നതാണ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, നെക്സ്റ്റ്, അറ്റോമിക് റേഡിയസ് ഇൻക്രീസസ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് അക്രോസ് എ പീരിയഡ്. Atomic radius increases from right to left across a period. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസസ് ഫ്രം ബോട്ടം ലെഫ്റ്റ് ടു ടോപ്പ് റൈറ്റ് ഡയഗണലി. മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസസ് ഫ്രം ബോട്ടം ലെഫ്റ്റ് ടു ടോപ്പ് റൈറ്റ് ഡയഗണലി. ഓക്കെ, ഡയഗണൽ ആയിട്ടുള്ളൊരു വേരിയേഷൻ ഉണ്ടെന്ന് പറയുന്നു. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിക്രീസസ് ഫ്രം ബോട്ടം ടു ടോപ്പ് ഇൻ എ ഗ്രൂപ്പ്. ഇലക്ട്രോനെഗറ്റിവിറ്റിയാണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിക്രീസസ് ഫ്രം ബോട്ടം ടു ടോപ്പ് ഇൻ എ ഗ്രൂപ്പ്. ഇതാണ് 4 സ്റ്റേറ്റ്മെൻറ്റ്. അതിൽ കറക്റ്റായിട്ടുള്ളത് ഏതൊക്കെയാണ്? ആൻസർ എന്ന് പറയുന്നത് സെക്കൻഡ് ആൻഡ് തേർഡ് ആണ്. ഓക്കെ, സെക്കൻഡും തേർഡും ആണ് കറക്റ്റായിട്ടുള്ള വേരിയേഷൻസ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഈഥൈൽ ബെൻസീൻ ഓൺ ഓക്സിഡേഷൻ വിത്ത് ആൽക്കലൈൻ KMnO4 ഗീവ്സ് ഡാഷ്. എന്തിനാണ് തരുന്നത്? ഈഥൈൽ ബെൻസീൻ ഓൺ ഓക്സിഡേഷൻ വിത്ത് ആൽക്കലൈൻ KMnO4 ഗീവ്സ് ഡാഷ്. ഓപ്ഷൻസ് ബെൻസീൻ, ടോളുവീൻ, ബെൻസോയിക് ആസിഡ് ആൻഡ് ബെൻസാൽഡിഹൈഡ്. ഓപ്ഷൻ സി ബെൻസോയിക് ആസിഡ് ആണ് കറക്റ്റ് ആൻസർ. Ethyl benzene on oxidation with alkaline KMnO4 gives benzoic acid. അടുത്ത question, which of the following species is a Lewis acid but not a Bronsted acid? ഏതാണ് ലൂയിസ് ആസിഡ് എന്ന് മാത്രമുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് അങ്ങനെ മാത്രമല്ല, ഒരു കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ട്, ആൻഡ് നോട്ട് എ ബ്രോൺസ്റ്റഡ് ആസിഡ് എന്ന് കൂടെ ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻസ് H2SO4, NH4+, AlCl3, H3O+, ഹൈഡ്രോണിയം അയോൺ. അതിൽ ഓപ്ഷൻ സി AlCl3 ആണ് ആൻസർ. AlCl3 ഇങ്ങനെ മൈൻഡിൽ ലൂയിസ് ആസിഡ്സ് വായിച്ച് കഴിയുമ്പോൾ നമുക്കറിയാം AlCl3 ഒക്കെ ഇങ്ങനെ മൈൻഡിൽ ലൂയിസ് ആസിഡ് എക്സാമ്പിൾ ആയിട്ട് തന്നെ ഉണ്ടാവും നമുക്ക്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലൂയിസ് ആസിഡ് ബേസിസ് എന്താണെന്നൊക്കെ അറിയണമെങ്കിൽ കമൻസിൽ ചോദിച്ചാൽ മതി. അതിൻ്റെ ഒരു നമുക്ക് ചെയ്യാം എങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ലൂയിസ് കൺസെപ്റ്റ്, ബ്രോൺസ്റ്റഡ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ബ്രോൺസ്റ്റഡ് ലോറി കൺസെപ്റ്റാണ് ഈ ബ്രോൺസ്റ്റഡ് ആസിഡ് എന്ന് പറഞ്ഞ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, റെക്ടിഫയേഴ്സ് ആർ യൂസ് ടു കൺവേർട്ട്. എന്തിനെ എന്താക്കി കൺവേർട്ട് ചെയ്യാനാണ് ഈ റെക്ടിഫയേഴ്സ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻസ് AC to DC, DC to AC, ഹൈ വോൾട്ടേജ് ടു ലോ വോൾട്ടേജ്, ലോ വോൾട്ടേജ് ടു ഹൈ വോൾട്ടേജ്. ആൻസർ എന്ന് പറയുന്നത് AC to DC. ഓക്കെ, നെക്സ്റ്റ്, ദ പോയ്സണസ് നേച്ചർ ഓഫ് കാർബൺ മോണോക്സൈഡ് ഇസ് ഡ്യൂ ടു. ഓപ്ഷൻസ് ഇറ്റ് ഡ്രൈസ് അപ്പ് ദ ബ്ലഡ്. അടുത്ത ഓപ്ഷൻ, ഇറ്റ് കമ്പൈൻസ് വിത്ത് ഓക്സിജൻ പ്രസൻറ്റ് ഇൻ ദ ബോഡി, ഇറ്റ് റെഡ്യൂസസ് ദ ഓർഗാനിക് മാറ്റർ ഓഫ് ടിഷ്യൂസ്, ഇറ്റ് കമ്പൈൻസ് വിത്ത് ഹീമോഗ്ലോബിൻ മേക്കിംഗ് ഇറ്റ് ഇൻകേപ്പബിൾ ഓഫ് ബൈൻഡിങ് വിത്ത് ഓക്സിജൻ. അതാണ് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ഡി, നമ്മുടെ ബോഡിയിലുള്ള ഹീമോഗ്ലോബിനുമായിട്ട് കലർന്നിട്ട് അതിന് ഓക്സിജൻ എടുക്കാനുള്ള കപ്പാസിറ്റി കുറയ്ക്കും. അതാണ് ഈ കാർബൺ മോണോക്സൈഡ് നമ്മുടെ ബോഡിയിൽ ചെന്ന് കഴിഞ്ഞാൽ അകത്ത് ചെന്ന് കഴിഞ്ഞാൽ പറ്റുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ന്യൂക്ലിയർ സൈസ് ഇസ് എക്സ്പ്രസ്ഡ് ഇൻ യൂണിറ്റ് നെയിംഡ്. ന്യൂക്ലിയർ സൈസ് എക്സ്പ്രസ് ചെയ്യുന്ന യൂണിറ്റ് ഏതാണ് തന്നിരിക്കുന്നത്? അല്ലെ ഓപ്ഷൻസ് മൈക്രോമീറ്റർ, നാനോമീറ്റർ, ഫെർമി, ആങ്സ്ട്രം യൂണിറ്റ്. ആൻസർ ഫെർമി. ഫെർമി എന്ന് പറയുന്ന യൂണിറ്റിലാണ് ന്യൂക്ലിയർ സൈസ് എക്സ്പ്രസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, എസ്കേപ്പ് വെലോസിറ്റി ഫ്രം ദ എർത്തിൽ നിന്നുള്ള എസ്കേപ്പ് വെലോസിറ്റി എത്രയാണ്? ഓപ്ഷൻസ് 7.9 km/s, 9.8 km/s, 11.2 km/s, 12.4 km/s. ആൻസർ 11.2 km/s. ഈ ക്വസ്റ്റ്യൻസും കുറച്ച് തവണ കണ്ടിട്ടുണ്ട് റിപ്പീറ്റ് ആയിട്ട്, അതും കൂടെ ഒന്ന് മൈൻഡിൽ ടേക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിയർ വ്യൂ മിറർ യൂസ്ഡ് ഇൻ ഓട്ടോമൊബൈൽസ്. ഓട്ടോമൊബൈൽസിൽ യൂസ് ചെയ്യുന്ന റിയർ വ്യൂ മിറർ ഏതാണ്? ഓപ്ഷൻസ് പ്ലെയിൻ മിറർ, കോൺവെക്സ് മിറർ, കോൺകേവ് മിറർ, പാരബോളിക് മിറർ. ആൻസർ എന്ന് പറയുന്നത് കോൺവെക്സ് മിറർ. ഇത് നമുക്കറിയാം, ഇതിൽ കോൺവെക്സോ കോൺകേവോ ആയിരിക്കുമെന്ന്. കോൺവെക്സ്, അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ കോൺവെക്സിനെയും കോൺകേവിൻ്റെയും യൂസസ് രണ്ട് ടാബുലേറ്റ് ചെയ്ത് രണ്ട് കോളായിട്ട് കോൺവെക്സ് കോൺകേവ് എന്ന് പറഞ്ഞിട്ട് പഠിച്ചാൽ മതി. ഇതിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻസ് ഇങ്ങനെ മിക്കപ്പോഴും ഉള്ള എക്സാംസിന് ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള എക്സാംസിനൊക്കെ ചോദിക്കാറുണ്ട്. കോൺവെക്സ് കോൺകേവ് ഏതെങ്കിലും ഒരു യൂസ് വന്നിട്ട് ഏത് മിറർ യൂസ് ചെയ്യുന്നതെന്ന്. അടുത്ത ക്വസ്റ്റ്യൻ, മാഗ്നറ്റിക് മൊമെൻറ്റ് അസോസിയേറ്റഡ് വിത്ത് എ സർക്കുലർ ലൂപ്പ് ഓഫ് റേഡിയസ് R carrying a current I is. Options πRI, 2πRI, I/πr², πr²I. ആൻസർ πr²I ആണ്. മാഗ്നറ്റിക് മൊമെൻറ്റ് അസോസിയേറ്റഡ് വിത്ത് എ സർക്കുലർ ലൂപ്പ് ഓഫ് റേഡിയസ് R carrying a current I is. ഓക്കെ, ആൻസർ πr²I ആണ്.
Next question. The purification method employed for obtaining high purity silicon and germanium is called. ഏത് മെത്തേഡ് വെച്ചിട്ടാണ് കിട്ടുന്നത് ഇവ രണ്ടും ഹൈ പ്യൂരിറ്റിയിൽ? ഓപ്ഷൻസ് ക്രൊമാറ്റോഗ്രഫി, സോൺ റിഫൈനിങ്, ഡിസ്റ്റിലേഷൻ, വേപ്പർ ഫേസ് റിഫൈനിങ്. ആൻസർ സോൺ റിഫൈനിങ് ആണ്. ഓക്കെ, the purification method employed for obtaining high purity silicon and germanium is called zone refining. അടുത്ത question. Time taken by a stone dropped from a height of 19.6 meter to reach the ground is. Time taken by a stone dropped from a height of 19.6 meter 19.6 meter to reach the ground is dash ബ്രാക്കറ്റിൽ ജിയുടെ വാല്യൂ തന്നിട്ടുണ്ട് 9.8 meter per second square. ഓക്കെ, അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 2 seconds ആണ്. ഓക്കെ, 2 seconds ആണ് അതിൻ്റെ ആൻസർ. നെക്സ്റ്റ് ഇസ് 2 identical bulbs connected in series to a constant voltage source consume a power of 20 watts. If the bulbs are connected in parallel to the same source, the power consumed is. Problem ആണ്. ആൻസർ എന്ന് പറയുന്നത് 80 watts ആണ്. ഓക്കെ, നെക്സ്റ്റ്, which of the following component color deviate most when passed through a prism? Which of the following component color deviate the most when passed through a prism? Options: red, yellow, blue, violet. Answer is violet. Due to an increase in speed, momentum of a body increases by 10%. Its kinetic energy increases by dash. എത്രയായിട്ട് kinetic energy കൂടും? Options: 10%, 11%, 21%, 40%. 21% ആണ് ആൻസർ. Due to an increase in speed, momentum of a body increases by 10%. Then അതിൻ്റെ കൈനറ്റിക് എനർജി എത്രയായിട്ട് ഇൻക്രീസ് ചെയ്യും? ആൻസർ 21%. എത്ര പെർസെൻറ്റേജ് ആയിട്ട് കൂടും? ഓക്കെ, നെക്സ്റ്റ്, മെറ്റൽസ് ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ബിക്കോസ്. മെറ്റൽസ് ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ് കാരണം. ഓപ്ഷൻസ്: their atoms are thickly packed, they have high melting point, they can be elongated into thin wires, they contain free electrons. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. they contain free electrons. Carbon molecule, that is C2 molecule, contains options: 2 pi bonds, 1 sigma bond and 1 pi bond, 1 sigma bond and 2 pi bonds, 2 sigma bonds. Answer is 2 pi bonds. Next, blue color of the sky is due to options: reflection from the ocean, maximum scattering of dust particles in the atmosphere, maximum scattering of light of shorter wavelengths, maximum scattering of light of longer wavelengths. നമുക്ക് എല്ലാവർക്കും അറിയാം ആൻസർ ഓപ്ഷൻ സി ആണ്. മാക്സിമം സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ഓഫ് ഷോർട്ടർ വേവ്ലെങ്ത്സ്. അതുകൊണ്ടാണ് അതായത് ഏറ്റവും ബ്ലൂ റീജിയനുള്ള ലൈറ്റ്സ് ആയിരിക്കും അപ്പോൾ ഏറ്റവും കൂടുതൽ സ്കാറ്ററായി പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ദ ഷേപ്പ് ഓഫ് ക്ലോറേറ്റ് അയോൺ, ClO3 മൈനസ് അയോണിൻ്റെ ഷേപ്പ് എന്താണ്? ആൻസർ ട്രയഗണൽ പിരമിഡൽ. ദ ഷേപ്പ് ഓഫ് ക്ലോറേറ്റ് അയോൺ, ClO3 മൈനസ് അയോണിൻ്റെ ഷേപ്പ് എന്താണ്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്: ടെട്രാഹൈഡ്രൽ, ട്രയഗണൽ പിരമിഡൽ, ട്രയഗണൽ പ്ലെയിനാർ, ടി ഷേപ്ഡ്. ഓക്കെ, ഇതിൽ ആൻസർ എന്ന് പറയുന്നത് ട്രയഗണൽ പിരമിഡൽ ആണ്. നെക്സ്റ്റ് ഇസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് ഓൺ ഹൈഡ്രോളിസിസ് ഗീവ്സ് പ്രൊപ്പൈൻ. തന്നിരിക്കുന്ന കോമ്പൗണ്ട്സ് ഏതിന് ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രൊപ്പൈൻ, ആൽക്കൈൻ ആണ്, YNE പ്രൊപ്പൈൻ കിട്ടുന്നത്? ഓപ്ഷൻസ്: മഗ്നീഷ്യം കാർബൈഡ്, ബെറിലിയം കാർബൈഡ്, അലൂമിനിയം കാർബൈഡ്, കാൽഷ്യം കാർബൈഡ്. ആൻസർ magnesium carbide. Which of the following compound on hydrolysis gives propine? Answer: magnesium carbide. Next, the production of beads is due to. ബീഡ്സിൻ്റെ പ്രൊഡക്ഷൻ, ബീഡ്സ് ഉണ്ടാകുന്നത് എന്ത് കാരണമാണ്, എന്ത് ഫിനോമിനൻ കാരണമാണ്? ഓപ്ഷൻസ്: ഇൻറ്റർഫെറൻസ്, റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഡിഫ്രാക്ഷൻ. ഓക്കെ, ഓപ്ഷൻസ് ഒന്ന് വായിക്കാം: ഇൻറ്റർഫെറൻസ്, റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഡിഫ്രാക്ഷൻ. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് ഇൻറ്റർഫെറൻസ് ആണ്. ഇൻറ്റർഫെറൻസ് കാരണമാണ് ബീഡ്സ് ഉണ്ടാകുന്നത്. ബീറ്റ് സൗണ്ടിലെ ബീറ്റില്ലേ, ബീറ്റ് ഉണ്ടാകുന്നത്. ഓക്കെ, the number of carbon atoms in 11.2 liter of ethylene at STP is. STPയിലുള്ള ethylene 11.2 ലിറ്റർ ആണ് അതിൻ്റെ വോളിയം. അതിനകത്ത് എത്ര നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഉണ്ട്? ഓപ്ഷൻസ്: 6.022 into 10 raised to 23, 3.011 into 10 raised to 23, 1.804 into 10 raised to 24, 11.2 into 10 raised to 23. ആൻസർ എന്ന് പറയുന്നത് 6.022 into 10 raised to 23. അതായത് അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് തന്നെയാണ് ഉണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ: ദ നമ്പർ ഓഫ് ആറ്റംസ് പ്രസൻറ്റ് ഇൻ 2.125 gram NH3 ഇസ്. 2.125 ആണ് കേട്ടോ നമ്പർ. 2.125 gram അമോണിയയിലുള്ള നമ്പർ ഓഫ് ആറ്റംസ് എത്രയാണ്? ഓപ്ഷൻസ്: 6.022 into 10 raised to 23, 3.011 into 10 raised to 23, 1.2 into 10 raised to 24, 3.6 into 10 raised to 24. ആൻസർ 3.011 into 10 raised to 23 ആണ്. കണ്ടുപിടിക്കാൻ അറിയാലോ നമ്പർ ഓഫ് ആറ്റംസ്. ഓക്കെ, അതിൻ്റെയൊക്കെ ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യന് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, നമുക്കത് സോൾവ് ചെയ്യാം സെപ്പറേറ്റ് വീഡിയോ ആയിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ്. കുറച്ച് ആൾക്കാരെ മാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൽ കറക്റ്റായിട്ട് മാച്ച് ആവാത്തതാരാണ്? ഇതൊക്കെയാണ് തന്നിരിക്കുന്ന ഓപ്ഷൻസ്: ചീസ് ജെൽ, ക്ലൗഡ് എയറോസോൾ, ഫ്രോത്ത് എമൾഷൻ. ഓക്കെ, ഫ്രോത്തിനെ എമൾഷനുമായിട്ടാണ് മാച്ച് ചെയ്തിരിക്കുന്നത്, സോപ്പ് ലാദർ ഫോമുമായിട്ട്. സോ തെറ്റ് നമുക്ക് പെട്ടെന്ന് മനസ്സിലായി. ഓപ്ഷൻ സി ഫ്രോത്ത് എമൾഷൻ ആണ് തെറ്റായിട്ടുള്ള പെയർ. ബാക്കിയൊക്കെ കറക്റ്റാണ് അല്ലേ? സൊല്യൂഷൻസിൽ വരുന്ന ഒരു
ടോപ്പിക് ഒരു ക്വസ്റ്റൻ ആണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതും എനിക്കൊന്ന് +2 ഒരു ഇപ്പോഴത്തെ സിലബസിൽ സ്റ്റേറ്റ് സിലബസിൽ +2 വരുന്ന ഒരു ടോപ്പിക്കാണത്. ദ മോസ്റ്റ് സ്യൂട്ടബിൾ മെത്തേഡ് ഫോർ transacting the image of formation by a lens is options demonstration, discussion, explaining, experiment. Answer എന്ന് പറയുന്നത് experiment. Option D experiment. Question answer ഒന്നുകൂടെ വായിക്കാം. The most suitable method for transacting the image of formation by a lens is അതായത് ഇമേജ് ഫോർമേഷൻ ലെൻസിൻ്റെ ഇമേജ് ഫോർമേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അത് കുട്ടികളിലേക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ അവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മെത്തേഡ് ഏതാണ്? ഡെമോൺസ്ട്രേഷൻ ആണോ, ഡിസ്കഷൻ ആണോ, എക്സ്പ്ലെയിനിങ് ആണോ, എക്സ്പെരിമെൻ്റ് ആണോ? എക്സ്പെരിമെൻറ്റ് ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മെത്തേഡ്, ഏറ്റവും എഫക്റ്റീവായിട്ട് അവരിലേക്ക് എത്തുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ആൻ ഇൻസ്റ്റൻസ് വെയർ നോളജ് ഓഫ് മാത്തമാറ്റിക്സ് ഈസ് ഇന്നെവിറ്റബിൾ ടു അണ്ടർസ്റ്റാൻഡ് കെമിസ്ട്രി. യെസ്, ഓക്കെ, ആൻ ഇൻസ്റ്റൻസ് വെയർ നോളജ് ഓഫ് മാത്തമാറ്റിക്സ് ഈസ് ഇന്നെവിറ്റബിൾ ടു അണ്ടർസ്റ്റാൻഡ് കെമിസ്ട്രി. ഇന്നെവിറ്റബിൾ ആണ്. ഓക്കെ, എവിറ്റബിൾ അല്ല ചോദിച്ചിരിക്കുന്നത്, ഇന്നെവിറ്റബിൾ ആണ്. ഓപ്ഷൻസ് ഡിഫൈനിങ് വാലൻസി, identifying anion and cation, classifying substances to metals and non-metals, arriving at the concept of half-life period. ഓക്കെ, അപ്പോൾ അതിലേതാ? ഓപ്ഷൻ ഡി, arriving at the concept of half-life period ആണ് ആൻസർ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അതായത് എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്? മാത്തമാറ്റിക്സിൽ നമുക്കുള്ള അറിവ് കെമിസ്ട്രി എവിടെ പഠിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ കെമിസ്ട്രിയിലെ ഈ തന്നിരിക്കുന്നതിൽ ഏതൊരു ഭാഗം പഠിക്കുമ്പോഴാണ് ഒഴിച്ചുകൂടാൻ പറ്റാത്തത്. അതായത് മാത്തമാറ്റിക്സ് അറിഞ്ഞിരിക്കണം, നമുക്ക് അവിടെയുള്ള ആ ഒരു അറിവ് ഇവിടെ വേണം. പോസിറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് അവിടെ നടന്നിട്ടുണ്ട്, ആ സാധനം വേണം. ഏതിലാണ് ഇപ്പോൾ വാലൻസി പറയാനോ ആനോൺ കാറ്റോൺ കണ്ടുപിടിക്കാനോ ഒന്നും വേണ്ട. മെറ്റലാണോ നോൺ മെറ്റലാണോ എന്നൊക്കെ തരംതിരിക്കാൻ ക്ലാസിഫൈ ചെയ്യാനൊന്നും ആവശ്യമില്ല. ഇവിടെ വേണം ഹാഫ് ലൈഫ് പീരീഡ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഇക്വേഷൻ ഉണ്ട് അല്ലേ, ആ ഇക്വേഷനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കണം. സോ നമുക്ക് എന്തറിയണം അല്ലേ, കണക്കറിയണം. മാത്തമാറ്റിക്സിൻ്റെ നമുക്കൊരു ആ ഒരു അറിവ് വേണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ടീച്ചിങ് യൂണിറ്റ് ക്യാൻ ബി ബിൽറ്റ് ഫ്രം ദി ലാർജ് കളക്ഷൻ ഓഫ് സയൻസ് മെറ്റീരിയൽസ് ആൻഡ് ആക്ടിവിറ്റീസ് പ്രൊവൈഡഡ് ഇൻ ഡാഷ്. ഓപ്ഷൻസ് റിസോഴ്സ് യൂണിറ്റ്, ലെസൺ പ്ലാൻ, യൂണിറ്റ് പ്ലാൻ, ഇയർ പ്ലാൻ. ആൻസർ റിസോഴ്സ് യൂണിറ്റ്. A teaching unit can be built from the large collection of science materials and activities provided in resource unit. Next question. The most appropriate chart for explaining the steps in manufacture of nitric acid is? Options flow chart, tree chart, tabular chart, timeline chart. Answer flow chart. The most appropriate chart for explaining the steps in manufacture of nitric acid is ഫ്ലോ ചാർട്ട്. ഫ്ലോ ചാർട്ട് ഈ തന്നിരിക്കുന്നതിൽ ഫ്ലോ ചാർട്ട് വെച്ചിട്ടായിരിക്കും നമുക്ക് ഏറ്റവും നന്നായിട്ട് ആ ഒരു നൈട്രിക് ആസിഡിൻ്റെ മാനുഫാക്ചർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ. സൾഫ്യൂരിക് ആസിഡ് ഏത് ടൈപ്പ് സാധനത്തിൻ്റെ ആണെങ്കിലും മാനുഫാക്ചർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ ഫ്ലോ ചാർട്ട് ആയിരിക്കും ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത്. ഇനി വോഗൽസ് ക്രൈറ്റീരിയ ഇസ് റിലേറ്റഡ് വിത്ത്, അടുത്ത ക്വസ്റ്റ്യൻ, വോഗൽസ് ക്രൈറ്റീരിയ ഇസ് റിലേറ്റഡ് വിത്ത്. ഓപ്ഷൻസ് ഹാൻഡ് ബുക്ക്, ടെക്സ്റ്റ് ബുക്ക്, വർക്ക് ബുക്ക്, ലോഗ് ബുക്ക്. ആൻസർ ടെക്സ്റ്റ് ബുക്ക്. വോഗൽസ് ക്രൈറ്റീരിയ റിലേറ്റഡ് ആയിരിക്കുന്നത് ടെക്സ്റ്റ് ബുക്കുമായിട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, എ സ്റ്റുഡൻറ്റ് റീച്ചസ് the concept of conductivity of metals by himself after experimentation using various metals. Here the method adopted is options deductive, problem solving, inductive, analogic. Answer inductive. Okay, the components not involved in first paradigm ഏതാണ്? educational objectives, experience, evaluation, content of the study. Answer content of the study. The test that can be used for predicting expected performance in future science course is? Options diagnostic test, prognostic test, achievement test, objective type test. Answer prognostic. Okay, option B prognostic test ആണ് answer. The test that can be used for predicting expected performance in future science courses, prognostic test. Another question, which of the following can be both 2D and 3D? തന്നിരിക്കുന്നതിൽ ഏതാണ് 2Dയും 3Dയും ആയിട്ടുള്ളത്? ഓപ്ഷൻസ് മോക്കപ്പ്, പപ്പറ്റ്, ഡയഗ്രാം, ഡയോറമ. നമുക്കറിയാം ആൻസർ ഡയഗ്രാം ആണ്. Which of the following can be both 2D and 3D? Answer diagram. Next question, objectivity is maximum in options short answer questions, structured essay questions, multiple choice questions, unstructured essay questions. Answer എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. ഒബ്ജക്റ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ളത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിനാണ്. കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ ഇസ് ഡെവലപ്ഡ് ബൈ, ആരാണ് ഡെവലപ്പ് ചെയ്തത്? ബ്രൂണർ. അറിയാം അല്ലേ, CAM എന്ന് പറയുന്ന മോഡൽ ഡെവലപ്പ് ചെയ്തത് ബ്രൂണറാണ്. ഓപ്ഷൻസ് വായിക്കണ്ടല്ലോ, ബ്രൂണറാണ് ആൻസർ. കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ ഡെവലപ്പ് ചെയ്തത് ബ്രൂണറാണ്. ബ്രൂണർ, വൈഗോട്സ്കി, പിയാഷെ, സുഷ്മാനൊക്കെ ഉണ്ട് ഓപ്ഷൻസിൽ. അടുത്തത്, പ്രൊഫഷണൽ ഗ്രോത്ത് ഓഫ് എ സയൻസ് ടീച്ചർ കനോട്ട് ബി എൻഹാൻസ്ഡ് ത്രൂ. പ്രൊഫഷണൽ ഗ്രോത്ത് ഓഫ് എ സയൻസ് ടീച്ചർ കനോട്ട് ബി എൻഹാൻസ്ഡ് ത്രൂ. ഓപ്ഷൻസ് ഇൻ സർവീസ് ട്രെയിനിങ് പ്രോഗ്രാം, എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസ്, അണ്ടർടേക്കിംഗ് റിസർച്ച്, പാർട്ടിസിപ്പേഷൻ ഇൻ സെമിനാർസ്. ആൻസർ എന്ന് പറയുന്നത് എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസ്. പ്രൊഫഷണൽ ഗ്രോത്ത് ഓഫ് എ സയൻസ് ടീച്ചർ കെൻ നോട്ട് ബി എൻഹാൻസ്ഡ് ത്രൂ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസ്. എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസ് വെച്ചിട്ട് പ്രൊഫഷണൽ ഗ്രോത്തിന് ഒന്നും ചെയ്യാൻ പറ്റുമല്ലോ ഒരു സയൻസ് ടീച്ചറിൻ്റെ. ഇൻ സർവീസ് പ്രോഗ്രാമും ബാക്കി റിസർച്ച് അണ്ടർടേക്ക് ചെയ്യുക, സെമിനാർസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അതിനെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഈ കനോട്ട് ബി, ഈ ഒരു സാധനം പെട്ടെന്ന് ക്യാൻ ബി എന്ന് വിചാരിച്ചിട്ട് ആദ്യമേ കയറി അങ്ങനെ ആദ്യത്തെ ഓപ്ഷൻ ഇപ്പോൾ കറക്റ്റാണ്. ക്യാൻ ബിയിൽ വരുന്ന ആൻസർ ആണെങ്കിൽ
ഇതാകാമോ എന്നുള്ള ആ ഒരു സെൻസിൽ പെട്ടെന്ന് കയറി ബബിൾ ഡാർക്ക് ചെയ്യാൻ തുടങ്ങും. അല്ലെങ്കിൽ പകുതി ആയി കഴിയുമ്പോഴായിരിക്കും ബാക്കി cannot be ആണല്ലോ, അയ്യോ ഇതെന്താ ഈ ഒരു ഓപ്ഷൻ മാച്ച് ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കുമ്പോൾ അപ്പോൾ മനസ്സിലാവും, ഒന്നുകൂടെ ക്വസ്റ്റിലോട്ട് തിരിച്ചു പോകുമ്പോൾ മനസ്സിലാവും cannot be ആയിരുന്നല്ലേ ചോദിച്ചത്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചിട്ടേ ബബിളിലോട്ട് പേന കൊണ്ടുപോകാവുള്ളൂ കേട്ടോ. മിക്കവർക്ക് പറ്റുന്നത്, കാരണം ആൻസർ അവർക്ക് അറിയാഞ്ഞിട്ടേ ആയിരിക്കില്ല, നന്നായിട്ട് അറിയാവുന്ന ഒരു ആൻസർ ആയിരിക്കും അങ്ങനെ കൊണ്ടുപോയി തെറ്റിക്കുന്നത്. അപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ഓരോ ക്വസ്റ്റിനും അത്രയും വാല്യൂ ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ. ഓക്കെ, ഒരു മാർക്കും അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, അത്ര കഷ്ടപ്പെട്ട് നമ്മൾ പഠിക്കുന്നതാണ്. സോ നന്നായിട്ട് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസർ ചെയ്യാൻ പോകുക, ഒരുപാട് ധൃതിയും പിടിക്കരുത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് റെസ്പോണ്ടിങ് എഫക്റ്റീവ് ഡൊമൈൻ ആണെങ്കിൽ ഇവാലുവേറ്റിംഗ് എന്താണ്? ഓക്കെ, ഒരു കണക്ഷൻ കൊടുത്തേക്കാണ്. റെസ്പോണ്ടിങ് എഫക്റ്റീവ് ഡൊമൈൻ ആണെങ്കിൽ ഇവാലുവേറ്റിംഗ് ഏത് ഡൊമൈനാണ്? ഓപ്ഷൻസ് കോഗ്നിറ്റീവ് ഡൊമൈൻ, സൈക്കോമോട്ടോ ഡൊമൈൻ, പ്രോസസ് ഡൊമൈൻ, ആപ്ലിക്കേഷൻ ഡൊമൈൻ. ആൻസർ എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് ഡൊമൈൻ ആണ്. ഓക്കെ, റെസ്പോണ്ടിങ് എഫക്റ്റീവ് ഡൊമൈൻ, ഇവാലുവേറ്റിംഗ് കോഗ്നിറ്റീവ് ഡൊമൈൻ. നെക്സ്റ്റ്, വിച്ച് among the following is a contribution of പിയാഷെ? പിയാഷെയുടെ കോൺട്രിബ്യൂഷൻ ഏതാണ് തന്നിരിക്കുന്നതിൽ? ഓപ്ഷൻസ് സിഗ്നൽ ലേണിംഗ്, കോഗ്നിറ്റീവ് ലേണിംഗ്, റോട്ട് ലേണിംഗ്, ചെയിൻ ലേണിംഗ്. ആൻസർ കോഗ്നിറ്റീവ് ലേണിംഗ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് is a contribution of Piaget? Cognitive learning. Next, the most appropriate type of question to be used by the teacher for assessing multiple objectives at a time is? Answer, options: essay type, alternate response type, sentence completion type, multiple choice type. Answer എന്ന് പറയുന്നത് essay type ആണ്. Question answer ഒന്നുകൂടെ പറയാം. The most appropriate type of question to be used by the teacher for assessing multiple objectives at a time. മൾട്ടിപ്പിൾ ഉദ്ദേശങ്ങളാണ്, ആ കുട്ടിയുടെ പല പല കാര്യങ്ങൾ, ആ ഒരു ആൻസർ ചെയ്യുന്ന പല കാര്യങ്ങൾ അസസ് ചെയ്യാനുണ്ടായിരിക്കും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഏതാണ്? നമ്മളിടുന്ന ക്വസ്റ്റ്യൻ ഏതാണ്? എസ്സേ ടൈപ്പ് ആണോ, ഓൾട്ടർനേറ്റ് റെസ്പോൺസ് ടൈപ്പ് ആണോ, സെൻറ്റൻസ് കംപ്ലീഷൻ ആണോ, മൾട്ടിപ്പിൾ ചോയ്സ് ആണോ? എസ്സേ ടൈപ്പ്. ആ എസ്സേയിൽ പല പല കാര്യങ്ങൾ നമുക്ക് അസസ് ചെയ്യാൻ പറ്റും, അത്രയും എഴുതുമ്പോഴേക്കും കണ്ടന്റ് വരുമ്പോഴേക്കും. അതാണ് അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അടുത്തത്, റോൾ പ്ലേയിങ് മോഡൽ ബിലോങ്സ് ടു? ഓപ്ഷൻസ് സോഷ്യൽ ഇൻട്രാക്ഷൻ ഫാമിലി, ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലി, പേഴ്സണൽ ഫാമിലി, ബിഹേവിയറൽ സിസ്റ്റം ഫാമിലി. ആൻസർ സോഷ്യൽ ഇൻട്രാക്ഷൻ ഫാമിലി. റോൾ പ്ലേയിങ് മോഡൽ ബിലോങ്സ് ടു സോഷ്യൽ ഇൻട്രാക്ഷൻ ഫാമിലി. ഫൈൻഡ് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ഗിവൺ ബിലോ. തന്നിരിക്കുന്നതിൽ കറക്റ്റായിട്ടുള്ള ഒബ്ജക്റ്റീവ്സിൻ്റെ സീക്വൻസ് ഏതാണ്? ഓക്കെ, നോളജ്, അനാലിസിസ്, ആപ്ലിക്കേഷൻ, അണ്ടർസ്റ്റാൻഡിങ്, സിന്തസിസ്, ഇവാലുവേഷൻ. ഇതാണ് തന്നിരിക്കുന്നത്. അതിനെ മിക്സപ്പ് ആക്കി നാല് ഓപ്ഷൻ, 4 രീതിക്ക് അതിൻ്റെ ഓർഡർ അറേഞ്ച് ചെയ്ത ഓപ്ഷൻസ് ഉണ്ട്. അതിൽ സി ആണ് കറക്റ്റ്. അതായത് 1, 4, 3, 2, 5, 6. ഇതാണ് കറക്റ്റായിട്ടുള്ള ഓർഡർ. അതായത് ഒബ്ജക്റ്റീവ്സിൻ്റെ കറക്റ്റ് സീക്വൻസ് എന്ന് പറയുന്നത് നോളജ്, അണ്ടർസ്റ്റാൻഡിങ്, ആപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ്, ഇവാലുവേഷൻ. ഓക്കെ, ഇതാണ് കറക്റ്റ്. ഫൈൻഡ് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ഗിവൺ ബിലോ. ആ ഒബ്ജക്റ്റീവ്സിൻ്റെ കറക്റ്റ് സീക്വൻസ് ഇതാണ്: നോളജ്, അണ്ടർസ്റ്റാൻഡിങ്, ആപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ്, ഇവാലുവേഷൻ. നെക്സ്റ്റ്, സബ്ജക്റ്റ് ബൗണ്ടറീസ് ആർ ഇഗ്നോർഡ് ഇൻ. സബ്ജക്റ്റ് ബൗണ്ടറീസ് ആർ ഇഗ്നോർഡ് ഇൻ. ഓപ്ഷൻസ് കോർ കരിക്കുലം, ഇൻറ്റിഗ്രേറ്റഡ് കരിക്കുലം, സ്പൈറൽ കരിക്കുലം, എൻറിച്ച്ഡ് കരിക്കുലം. ആൻസർ ഇൻറ്റിഗ്രേറ്റഡ് കരിക്കുലം. ഇൻറ്റിഗ്രേറ്റഡ് കരിക്കുലത്തിൽ സബ്ജക്റ്റ് ബൗണ്ടറീസ് ഒക്കെ ഇഗ്നോർ ചെയ്തിരിക്കും. നെക്സ്റ്റ്, ലേണിംഗ് ടു ലിവ് ടുഗെദർ ഇസ് വൺ ഓഫ് ദി 4 pillars ഓഫ് എഡ്യൂക്കേഷൻ. ഇറ്റ് മീൻസ്, അതെന്താണ് മീൻ ചെയ്യുന്നത്? ഓപ്ഷൻസ് സെൽഫ് അവെയർനെസ്, ക്രിയേഷൻ, അക്സെപ്റ്റബിലിറ്റി, ആക്ടിവിറ്റി. ആൻസർ acceptability. Learning to live together is one of the 4 pillars of education. It means acceptability. Okay. Next, have you observed a shaving blade floating on the surface of water? This is the question asked by the teacher for introducing the topic dash. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് ഒരു ടീച്ചർ ക്ലാസ് തുടങ്ങുകയാണ്, ആ ഒരു ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഏത് ടോപ്പിക് ആയിരിക്കും ആ ടീച്ചർ ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻസ് വിസ്കോസിറ്റി, കാപ്പിലാരിറ്റി, അഡ്സോർപ്ഷൻ, അഡ്സോർപ്ഷൻ, സർഫസ് ടെൻഷൻ. ആൻസർ എന്ന് പറയുന്നത് സർഫസ് ടെൻഷൻ. വെള്ളത്തിൽ ഇങ്ങനെ ലൈറ്റ് ഒബ്ജക്ട്സ് പൊങ്ങിക്കിടക്കുന്നതെല്ലാം എന്താണ്? സർഫസ് ടെൻഷൻ. ഓക്കെ, അടുത്തത്, ദ കോമൺ ആക്സിഡൻറ്റ്സ് ആൻഡ് ഫസ്റ്റ് സ്റ്റേറ്റ്സ് റിലേറ്റഡ് ടു ദെം ആർ ഗിവൺ ബിലോ. കുറച്ച് കോമൺ ആക്സിഡൻസും അതുമായിട്ട് ബന്ധപ്പെട്ട ഫസ്റ്റ് സ്റ്റേറ്റ്സും തന്നിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്ലി മാച്ച്? തന്നിരിക്കുന്നതിൽ കറക്റ്റായിട്ട് മാച്ച് ചെയ്തിരിക്കുന്ന ഇതാണ്: ആസിഡ് ബേൺ, വിനിഗർ; ആൽക്കലി ബേൺ, കവർ വിത്ത് കോട്ടൺ ഇൻ സിൽവർ നൈട്രേറ്റ്; ബേൺസ് ഫ്രം ഫോസ്ഫറസ്. അതിനെ മാച്ച് ചെയ്തിരിക്കുന്നത് 1% സൊല്യൂഷൻ ഓഫ് സോഡിയം ബൈകാർബണേറ്റ് സൊല്യൂഷൻ എന്നാണ്. ഇത് 3 തന്നിരിക്കുന്ന ഫസ്റ്റ് സ്റ്റേറ്റ്സും അതിൻ്റെ ആക്സിഡൻസും അതിൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റ്സും. ഇനി ഓപ്ഷൻ ഡി ആണ് ഈ തന്നിരിക്കുന്നതിൽ കറക്റ്റായിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ: ഇഫ് എ സ്റ്റുഡൻറ്റ് ഹാസ് ഡെവലപ്ഡ് അൺബയസ്ഡ് തിങ്കിങ് ത്രൂ ലേണിംഗ് സയൻസ് then it best indicates. എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇഫ് എ സ്റ്റുഡൻറ്റ് ഹാസ് ഡെവലപ്ഡ് അൺബയസ്ഡ് തിങ്കിങ് ത്രൂ ലേണിംഗ് സയൻസ് പഠിച്ചതുകൊണ്ട് ഒരു സ്റ്റുഡൻറ്റ് അൺബയസ്ഡ് തിങ്കിങ്, ഓക്കെ, ബയസ്ഡ് അല്ലാത്ത ടൈപ്പ് തിങ്കിങ് ഡെവലപ്പ് ചെയ്തു അങ്ങനെയാണെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, സൂചിപ്പിക്കുന്നത് എന്താണ്? ഓപ്ഷൻസ് റിക്രിയേഷണൽ വാല്യൂ ഓഫ് സയൻസ്, എസ്തെറ്റിക് വാല്യൂ ഓഫ് സയൻസ്, വൊക്കേഷണൽ വാല്യൂ ഓഫ് സയൻസ്, മോറൽ വാല്യൂ ഓഫ് സയൻസ്. അത് നമുക്ക് ആ ക്വസ്റ്റ്യൻ കേട്ടപ്പോഴേ ഈ അൺബയസ്ഡ്
തിങ്കിങ് എന്ന് പറഞ്ഞപ്പോഴേ നമുക്ക് കാര്യം മനസ്സിലായി അല്ലേ, പാർഷ്യാലിറ്റി ഒന്നും ഇല്ലാത്ത അൺബയസ്ഡ് ആയിട്ടുള്ള, ഇവിടെ എവിടെ നോക്കാതെ അൺബയസ്ഡ് ആയിട്ടുള്ള ഒരു സൈഡിലേക്കും ചായ്വില്ലാത്ത തിങ്കിങ് ഡെവലപ്പ് ചെയ്തെങ്കിൽ അത് മോറൽ വാല്യൂ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇഫ് എ സ്റ്റുഡൻറ്റ് ഹാസ് ഡെവലപ്ഡ് അൺബയസ്ഡ് തിങ്കിങ് ത്രൂ സയൻസ്, ലേണിംഗ് സയൻസ്, ദെൻ ഇറ്റ് ബെസ്റ്റ് ഇൻഡിക്കേറ്റ്സ് എന്താണ്, മോറൽ വാല്യൂ ഓഫ് സയൻസ് ആണ്. ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ യൂസ് ടു അസൈൻ ഗ്രേഡ് ടു സ്റ്റുഡൻസ്. Options: formative evaluation, summative evaluation, diagnostic evaluation, unit evaluation. Answer: summative evaluation. Type of evaluation used to assign grade to students: summative evaluation. Next, the prerequisite knowledge not essential for learning the concept of redox reaction is. Redox reaction എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് പഠിക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമില്ലാത്ത prerequisite knowledge ഏതാണ്? കണ്ടോ, ഈ നോട്ട് എസെൻഷ്യൽ ഫോർ അതാണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസിലേക്ക് പോകാം. കൺസെപ്റ്റ് ഓഫ് ഓക്സിഡേഷൻ, കൺസെപ്റ്റ് ഓഫ് റിഡക്ഷൻ, കൺസെപ്റ്റ് ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ആപ്ലിക്കേഷൻസ് ഓഫ് റിഡോക്സ് റിയാക്ഷൻസ്. ഇതിൽ ഇങ്ങനെയുള്ള സ്ഥലത്താണ് ഈ നോട്ട്, കനോട്ട് അല്ലെങ്കിൽ തന്നിരിക്കുന്നതിൽ ഏതാണ് ഇതിൻ്റെ പിയാഷെ പറയാത്തത്, കണ്ടുപിടിക്കാത്തത് അല്ലെങ്കിൽ പുട്ട് ഫോർവേഡ് ചെയ്യാത്തത് എന്നൊക്കെ പറയുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇവിടെ നോട്ട് അവർ ഹൈലൈറ്റും തന്നിട്ടുണ്ടാവും, ചെയ്ത് കണ്ടോ, കുറച്ച് ബോൾഡായിട്ട് ക്യാപിറ്റൽ ലെറ്റേഴ്സിലൊക്കെ തന്നിട്ടുണ്ടാവും. എന്നാൽ പോലും ശ്രദ്ധിക്കാതെ നമ്മൾ പോകും. കാരണം നമുക്ക് ഈ പെട്ടെന്നുള്ള നമ്മുടെ ടെൻഡൻസി, ബ്രെയിൻ്റെ ഒരു ടെൻഡൻസി എന്ന് പറയുമ്പോൾ ഈ ഒരു ലെറ്റേഴ്സിൽ നമുക്കറിയാവുന്ന കാര്യങ്ങളിലേക്ക് പോവുക. റിഡോക്സ് റിയാക്ഷൻ, ഇത് പ്രീറിക്വസ്റ്റ് നോളജ്, ഓക്കെ, അടുത്ത ആൻസർ, നേരെ ആൻസറിൽ നമുക്ക് ഇവരുടെ തോന്നുന്നു അങ്ങ് പോകും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നേരെ എന്ത് പറ്റും, ആ റിഡോക്സ് റിയാക്ഷൻ പഠിക്കണമെങ്കിൽ ആ കൺസെപ്റ്റ് ഓഫ് ഓക്സിഡേഷൻ എന്തായാലും അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഓപ്ഷനെ കറപ്പിക്കാൻ തുടങ്ങി പകുതി ആകുമ്പോഴായിരിക്കും ആ റിഡക്ഷൻ അറിയണമല്ലോ, അയ്യോ ഇത് അറിയണമല്ലോ, കൺസെപ്റ്റ് ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് അറിയണമല്ലോ. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഇത് വേണ്ടാത്തത് ഏതാണ്, ഏത് പ്രീറിക്വസ്റ്റ് നോളജ് പറഞ്ഞാൽ നമുക്ക് നേരത്തെ ഉള്ള മുന്നറിവ്, വേണ്ടാത്തത് ഏതാണ്. ആപ്ലിക്കേഷൻസ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ നമുക്ക് അറിയണമെന്നൊരു നിർബന്ധവും ഇല്ല റിഡോക്സ് റിയാക്ഷൻ പഠിക്കാനായിട്ട്, പക്ഷേ ഈ മൂന്ന് നമുക്ക് വേണം. സോ ദ ആൻസർ ഇസ് ആപ്ലിക്കേഷൻസ് ഓഫ് റിഡോക്സ് റിയാക്ഷൻസ്. സോ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വായിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, എ പ്രോജക്റ്റ് ഇസ് എ ഹോൾ ഹാർട്ടഡ് purposeful activity proceeding in a social environment according to. ഇങ്ങനെ പറഞ്ഞത് ആരാണ് പ്രൊജക്റ്റിനെ കുറിച്ച്? എ പ്രോജക്റ്റ് ഇസ് എ ഹോൾ ഹാർട്ടഡ് purposeful activity proceeding in social environment എന്ന് പറഞ്ഞത് ആരാണ്? ഓപ്ഷൻസ്: സ്റ്റീവൻസൺ, ജോൺ ഡ്യൂയി, കിൽപാട്രിക്, പാർക്കർ. ആൻസർ പ്രോജക്റ്റ് മെത്തേഡ് ഇൻവെൻറ്റ് ചെയ്തതും അദ്ദേഹമാണ്, കിൽപാട്രിക് ആണ് കൊണ്ടുവന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡൈനമിക് നേച്ചർ ഓഫ് the dynamic nature of science indicates. എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഓപ്ഷൻസ്: ജനറലൈസബിലിറ്റി, ഫ്ലെക്സിബിലിറ്റി, ക്രിയേറ്റിവിറ്റി, യൂട്ടിലിറ്റി. ആൻസർ ഫ്ലെക്സിബിലിറ്റി. ദ ഡൈനമിക് നേച്ചർ ഓഫ് സയൻസ് ഇൻഡിക്കേറ്റ്സ് ഫ്ലെക്സിബിലിറ്റി. ഡൈനമിക് മീൻസ് ചേഞ്ചിങ് എന്നാണ് മീനിങ്. അപ്പോൾ ചേഞ്ചിങ് ആണെങ്കിൽ തന്നെ ഫ്ലെക്സിബിൾ ആയിരിക്കും. ഓക്കെ, അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ട്രൂ അബൌട്ട് CV രാമൻ. നോട്ട് ട്രൂ ഇങ്ങനെ കാണുമ്പോൾ പെൻസിലും ഇങ്ങനെ നമ്മൾ പെൻസിലും കൊണ്ട് ഓടിച്ചിട്ടോ പെൻ കൊണ്ട് ഓടിച്ചിട്ടോ ആയിരിക്കുമല്ലോ. അപ്പോൾ നോട്ട് ട്രൂലോട്ട് ഒന്ന് ചെറിയൊരു വരയിട്ട് വയ്ക്കുക, അല്ലെങ്കിൽ നമ്മുടെ കണ്ണൊന്ന് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. നോട്ട് ട്രൂ തന്നിരിക്കുന്ന ഏതാണ് CV രാമനെ കുറിച്ച് ശരിയല്ലാത്തത്? ഓപ്ഷൻസ്: മോസ്റ്റ് റിനൗണ്ട് ഇന്ത്യൻ സയൻറ്റിസ്റ്റ്, രണ്ടാമത്തത് രാമൻ ഇഫക്റ്റ്, മൂന്നാമത്തെ ഓപ്ഷൻ നോബൽ പ്രൈസ് വിന്നർ ഇൻ കെമിസ്ട്രി, നാലാമത്തത് ഡയറക്ടർ ഓഫ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ഇൻ ബാംഗ്ലൂർ. ആൻസർ എന്ന് പറയുന്നത് നോബൽ പ്രൈസ് വിന്നർ ഇൻ കെമിസ്ട്രി എന്നുള്ളതാണ്. തെറ്റായിട്ടുള്ളത് CV രാമനെ കുറിച്ച്, അദ്ദേഹത്തെക്കുറിച്ച് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് അതാണ്, ഓപ്ഷൻ C ആണ്. Next, the cumulative nature of scientific knowledge reflects. Scientific knowledge cumulative nature എന്താണ് റിഫ്ലക്ട് ചെയ്യുന്നത്? ഓപ്ഷൻസ്: പ്രോസസ് അപ്രോച്ച്, കോൺസെൻട്രിക് അപ്രോച്ച്, പ്രൊഡക്റ്റ് അപ്രോച്ച്, പ്രോബ്ലം സോൾവിംഗ് അപ്രോച്ച്. ആൻസർ പ്രൊഡക്റ്റ് അപ്രോച്ച്. The cumulative nature of scientific knowledge reflects product approach. Next, nurture and effect of concept attainment model is. Options: tolerance of ambiguity, improved concept building strategy, inductive reasoning, specific concept formation. Answer: tolerance of ambiguity. Nurture and effect of concept attainment model is tolerance of ambiguity. Last question, which among the following does not belong to formal science learning context? Options: science lab, science club, science monuments, school library. Answer: science monuments. Which among the following does not? Again, which among the following does not belong to ഫോമൽ സയൻസ് ലേണിംഗ് കോണ്ടെക്സ്റ്റ്? ഫോമൽ ആയിട്ടുള്ള ഒരു സയൻസ് ലേണിംഗ് അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റ് അല്ലാത്തത് ഇതാണ്, സയൻസ് മോണുമെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ 2018 ജൂണിൽ നടന്ന KTETൻ്റെ കാറ്റഗറി 3യുടെ എക്സാമിൽ ഫിസിക്കൽ സയൻസിലെ ക്വസ്റ്റ്യൻസ് 80 എന്നാണ് നമ്മൾ നോക്കിയത്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ കംപ്ലീറ്റ്ലി. വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആവശ്യമുള്ള KTETനും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഷെയർ ചെയ്തൊക്കെ കൊടുക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. ആവശ്യമുള്ള ടോപ്പിക്സ് കമൻറ്റ് ചെയ്യുക. കുറേ അധികം ആൾക്കാർ കമൻറ്റ് ചെയ്ത ടോപ്പിക്സൊക്കെ കിടപ്പുണ്ട്. നമ്മൾ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് വീഡിയോസ് ഇടാൻ തുടങ്ങിയതും. അപ്പോൾ ആ ടോപ്പിക്സൊക്കെ 1 by 1 സൈക്കോളജിയൊക്കെ ക്ലാസ് ആയിട്ട് തന്നെ എടുക്കാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, മാക്സിമം ക്ലാസ് ആയിട്ട് എടുക്കാൻ നോക്കാം. നടക്കണില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ അപ്ലോഡ് ചെയ്യാനും ശ്രമിക്കുന്നതായിരിക്കും. ആ ടോപ്പിക്സ് എല്ലാം നോട്ട് ചെയ്തും വെച്ചിട്ടുണ്ട്. സമയവും പ്രിപ്പയർ ചെയ്യാനും നോക്കാനും ഒക്കെ കിട്ടുന്ന സമയം പോലെയും വീഡിയോ എടുക്കാനുള്ള സാഹചര്യങ്ങൾ കിട്ടുന്നത് പോലെയൊക്കെ ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇതിലേതെങ്കിലും ക്വസ്റ്റ്യന് ക്ലാരിഫിക്കേഷൻ വേണമെങ്കിലും കമൻറ്റ് ചെയ്യുക. പറ്റണ പോലെ അതിൻ്റെ വീഡിയോസൊക്കെ ചെയ്യാൻ നോക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇനിയും അപ്പോൾ കെമിസ്ട്രിയുടെ വീഡിയോസ്, KTETൻ്റെ കെമിസ്ട്രിയുടെ സിലബസ് വെച്ചിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്.